മക്കളെ, അപ്പോൾ +2 ക്ലാസ്സസ് ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞല്ലേ? അതായത് ഇപ്പോൾ നിങ്ങൾ +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എങ്കിലും നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന വലിയൊരു ടെൻഷൻ, വലിയൊരു പേടിയുണ്ട്. അതായത് നമ്മുടെ +1ന്റെ റിസൾട്ട്. പക്ഷെ +1ന്റെ റിസൾട്ട് ആലോചിച്ച് ഇപ്പോഴേ നിങ്ങൾ ആരും ഭയപ്പെടേണ്ടതില്ല, ടെൻഷൻ അടിക്കേണ്ട ഒരാവശ്യവുമില്ല. അതെ, +1ന്റെ റിസൾട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം +2 മാർക്കിനോടൊപ്പം +1ന്റെ മാർക്കും ആഡ് ആവും എന്ന് നമുക്കറിയാം. പക്ഷെ അത് വിചാരിച്ചിട്ട് ഇപ്പോഴേ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എപ്പോഴാണ് +1ന്റെ റിസൾട്ട് വരുന്നത്? ഉടൻ തന്നെ ഉണ്ടാവോ, അല്ലെങ്കിൽ ലേറ്റ് ആവോ? എനിക്ക് വിചാരിച്ച മാർക്ക് +1ൽ നേടാൻ സാധിക്കുമോ? ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയിലും ഒക്കെ A+ ഉണ്ടാവോ, ഫുൾ മാർക്ക് ഉണ്ടാവോ? ഇങ്ങനെയുള്ള കുറേ ടെൻഷൻസിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? പക്ഷെ ഇപ്പോഴേ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ആദ്യം നമ്മൾ അറിഞ്ഞത് മെയ് അവസാനത്തോടു കൂടി +1ന്റെ റിസൾട്ട് വരാൻ ചാൻസ് ഉണ്ട് എന്നാണ്. പക്ഷെ ഇപ്പൊ അന്വേഷിച്ചപ്പം ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്, അതായത് എല്ലാവരും +1 അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ബിസിയാണ്. അതേപോലെ +2കാരുടെ റീഇവാലുവേഷൻ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും വളരെ തിരക്കിലാണ്. അതിനിടയിൽ +1ന്റെ റിസൾട്ട് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷെ എങ്കിലും ജൂൺ പകുതിയോടുകൂടി, അതായത് ജൂൺ 2nd വീക്കോടുകൂടി നമുക്ക് +1ന്റെ റിസൾട്ട് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി ഇപ്പോഴേ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതായത് നിങ്ങൾക്ക് അഥവാ നിങ്ങൾ വിചാരിച്ച മാർക്കിലേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടില്ലെങ്കിലും 2 സാധ്യതകളാണ് നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന്, റീഇവാലുവേഷൻ. നമുക്ക് റീഇവാലുവേഷൻ സാധ്യതകൾ മുന്നിൽ കിടക്കുകയാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഇംപ്രൂവ്മെന്റ് സാധ്യതകളും ഉണ്ട്. അതായത് നിങ്ങൾ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് എക്സാം വരിക. എങ്കിൽ കൂടി +1ൽ നമുക്ക് വിചാരിച്ച മാർക്കിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് 3 സബ്ജക്റ്റോളമാണ് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നത്. സോ ഈ 2 സാധ്യതകളും നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോഴേ നമ്മൾ ഇത് ആലോചിച്ച് ഭയപ്പെടേണ്ടതില്ല. എന്തായാലും നമ്മൾ +1 പരീക്ഷ എഴുതി, നമ്മൾ എന്താണോ എഴുതിയത് അതാണ് നമുക്ക് റിസൾട്ട് ആയിട്ട് വരുന്നത്. പക്ഷെ എങ്കിലും നമുക്ക് നല്ല മാർക്ക് വാങ്ങാനുള്ള ഈ 2 സാധ്യതകൾ മുന്നിലുണ്ടല്ലോ. അത് വിചാരിച്ച് എന്തിനാ നമ്മൾ ഇപ്പോഴേ ടെൻഷൻ അടിക്കുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് +2ന്റെ ക്ലാസ്സസ് ഒക്കെ കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ നന്നായിട്ട് എന്ത് ചെയ്യുക, +2 പഠിക്കുക. +1ന്റെ റിസൾട്ട് വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം. ആൻഡ് മക്കളെ നോക്കിക്കേ, ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മിസ്സിന് ഒരു അടിപൊളി സർപ്രൈസ് കൂടി നിങ്ങളോട് പറയാനുണ്ട്. അതായത് ഏഗണിന്റെ പുതിയ +2 ധ്രുവ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. അതായത് ജൂൺ 1 മുതലായിരിക്കും നമ്മൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ആ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. സോ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. ആദ്യത്തെ 14 ദിവസം നമുക്ക് ഫ്രീ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അത് കഴിഞ്ഞ് നമ്മുടെ ക്ലാസ്സസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആപ്പ് പർച്ചേസ് ചെയ്യുക. നിങ്ങൾക്ക് 1 വർഷത്തേക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത് വെറും 4199 രൂപ മാത്രമായിരിക്കും. സോ ഇനി ലേറ്റ് ആക്കരുത്, പെട്ടെന്ന് തന്നെ നമ്മൾ ഏഗൺ ഫാമിലി മെമ്പർ ആവുക. ആൻഡ് നമുക്കിനി എന്ത് ചെയ്യാം, അടുത്ത വീഡിയോസിൽ കാണാം. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്, നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഈ ഒരു +1 റിസൾട്ട് ആലോചിച്ച് ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറക്കാതിരിക്കുക. അവരോട് ടെൻഷൻ അടിക്കേണ്ട, റിസൾട്ട് വരട്ടെ അല്ലേ, അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി കാര്യങ്ങൾ ആലോചിക്കുക എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഓക്കേടാ മക്കളെ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാൻ. ടാറ്റാ.